കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു വസ്തുതയാണ്. കാരണം ഇത് കോൺഗ്രസിൻ്റെ അകത്തുള്ള ആഭ്യന്തര പ്രശ്നമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതുകൊണ്ട് മാത്രം അയാൾ ചെയ്ത തെറ്റുകൾ ഇല്ലാതാവുന്നില്ല. പിന്നെ കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹത്തെ വേണ്ട, അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞു, അദ്ദേഹം രാജിവെച്ചു. അങ്ങനെ കോൺഗ്രസ്സുകാർക്ക് വേണ്ടാത്ത സാധനങ്ങൾ വലിച്ചെറിയുന്നതിനുള്ള ചവറ്റുകൊട്ടയല്ല പാലക്കാട് എന്ന് പറയുന്നത്. പാലക്കാട്ടെ ജനങ്ങൾ കോൺഗ്രസ്സുകാർക്ക് വേണ്ടാത്ത ആളുകളെ ഉൾക്കൊള്ളുന്നവരല്ല പാലക്കാട്ടുകാരെന്ന് പറയുന്നത്. പാലക്കാട്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനമാണ് എടുത്തിട്ടുള്ളത്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നെങ്കിൽ അതിൽ 1% നീതി പുലർത്തുന്നുണ്ടെങ്കിൽ ധാർമ്മികമായി പാലക്കാട് MLA സ്ഥാനം രാജിവെച്ചൊഴിയുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. പാലക്കാട് MLA രാജിവെക്കുന്നതുവരെ അതിശക്തമായ പോരാട്ടങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുണ്ടാവും. പാലക്കാട്ടുകാർ ജനകീയമായി പ്രതിരോധിക്കുവാൻ തുടങ്ങും. കാരണം ഇത്തരത്തിൽ സമാധാനത്തോടുകൂടി ഇവിടുത്തെ അമ്മമെങ്ങന്മാർക്ക് ജീവിക്കേണ്ടത്. കാരണം 2020 മുതലുള്ള അദ്ദേഹത്തിന്, അതിനു മുന്നിലുള്ള KSU കാലഘട്ടം മുതലുള്ള അദ്ദേഹത്തിന് ഓരോ ചാറ്റുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ഇന്ന് VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞു, ഒരു പിതൃവാത്സല്യത്തോടുകൂടി നൽകിയ പരാതിയെ പരിഹരിക്കുന്നതിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടിയെ 5 സ്റ്റാർ ഹോട്ടലിലെ കിടപ്പറയിലേക്ക് വിളിച്ചതാണോ പിതൃവാത്സല്യത്തോടുകൂടി പരിഹരിക്കേണ്ടതായിട്ടുള്ളത്? അതുകൊണ്ട് ഇതൊന്നും അംഗീകരിക്കാവുന്ന വസ്തുതയല്ല. ഇവിടുത്തെ പെണ്ണുങ്ങളുടെ മാനത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സ്ത്രീ സമൂഹം, ഇവിടുത്തെ സഹോദരിമാർ, ഇവിടുത്തെ അമ്മപെങ്ങന്മാർ അതിശക്തമായ രീതിയിൽ ഈ പെണ്ണുപിടിയൻ MLA ക്കെതിരെ അതിശക്തമായ സമരവുമായി മുന്നോട്ട് വരിക തന്നെ ചെയ്യും.